ചുവന്ന പശുക്കളെ അമേരിക്കയിലെ ടെക്സസിൽ നിന്ന് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയത് എന്തിനു വേണ്ടിയാണ്? ലോകത്തിലെ യഹൂദമത വിശ്വാസികൾ അവർ പുതിയൊരു ആരാധനാലയം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണോ? ക്രൈസ്തവർക്ക് ഈ സംഭവങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ വിഷയങ്ങളെക്കുറിച്ച് ഖുർആൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും യുടെ പുതിയൊരു പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുൻവേദങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലേക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. പ്രധാനമായിട്ടും യെശയ്യാ പ്രവചനം 42, അതേപോലെ തന്നെ ഡിറ്റോണമിക്കകത്ത് വരുന്ന മോശയെ പോലുള്ള പ്രവാചകൻ നിന്റെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് വരും എന്ന് പറയുന്ന കാര്യവും, പിന്നീട് യഹിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്ന് ബൈബിൾ പറയുന്ന സക്കരിയ പ്രവാചകന്റെ മകനായിട്ടുള്ള അദ്ദേഹത്തോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങളും, നിങ്ങൾ ആ പ്രവാചകനാണോ എന്ന് ചോദിക്കുന്നതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികളായ ആളുകൾ, യഹൂദരായ ആളുകളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് എങ്ങനെ ഇസ്ലാമിലേക്ക് വന്നു, ആ വന്ന ആളുകളെ കുറിച്ചും അതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ അന്ന് നമ്മൾ ചെയ്ത പോലെ തന്നെ ഖുർആനായത്തും ഹദീസുകളും അതേപോലെ തന്നെ പഴയ നിയമമൊക്കെ എടുത്ത് റഫർ ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നും എടുത്തിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക് നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തമാശക്കായിട്ട് തോന്നും, ഇതൊക്കെ ഒരു ടോപ്പിക്കാണോ എന്നുള്ളത്. പക്ഷെ ഇതില് ഈ ടോപ്പിക് എടുക്കാൻ 2 കാരണമുണ്ട് കേട്ടോ. ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയതുകൊണ്ടാണ്, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്, നമുക്കിനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ രസമുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ്. അത് മാത്രമല്ല, ലോകത്തിൽ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പോഡ്കാസ്റ്റ് വീഡിയോസ് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചർച്ച നടക്കുന്ന ഇന്റർനാഷണൽ മീഡിയകളൊക്കെ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണത്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണെന്നാണ് ഒന്നാമത്തെ കാരണം. അതേപോലെ തന്നെ ഒരുപാട് കള്ളത്തരങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നതായിട്ട് കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഖുർആനിലേക്ക് ചേർത്തിക്കൊണ്ടൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ച സമയത്താണ് ഇത് ചെയ്യണമെന്ന് തോന്നിയത്. ചെയ്യാൻ പോകുന്ന വീഡിയോ അത് എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ ഞാൻ പറയാൻ ശ്രമിക്കാം. അള്ളാഹു ആലം ശ്രമിക്കാം. ഓക്കെ, അത്ര പറയാൻ പറ്റുള്ളൂ. കാരണം ലാസ്റ്റ് ചില കമന്റ്സ് വന്നിരുന്നു, ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒന്നുകൂടി ഉപകാരമായിരുന്നു എന്നുള്ള കമന്റ്സ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ശ്രമിക്കാം, പരമാവധി എന്നെ കൊണ്ടാവുന്നത് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ, ഇന്റർനാഷണൽ മീഡിയകളൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള, അവരൊക്കെ ചർച്ചയാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് അമേരിക്കയിൽ ടെക്സസിൽ നിന്ന് ഇസ്രായേൽ എന്ന് ഇപ്പോൾ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന, അതായത് സൈനിസ്റ്റ് ഭീകരര് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള, കോളനീകരിച്ചിട്ടുള്ള ആ ഒരു ലാൻഡ്, പലസ്തീൻ ലാൻഡിലേക്ക് കുറച്ച് ചുവന്ന പശുക്കളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. കുറച്ച് ചുവന്ന പശുക്കളെ, ചുവപ്പ് നിറത്തിലുള്ള പശുക്കളെ അമേരിക്കയിലെ ടെക്സസിൽ നിന്ന് ഇസ്രായേലിലേക്ക്, സൈനിസ്റ്റ് ഒക്യുപ്പൈഡ് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി. ഇതിന് മാത്രം ഒരു ന്യൂസ് വാല്യൂ ഉള്ള കാര്യമാണോ ചോദിക്കുകയാണെങ്കിൽ, അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ന്യൂസ് വാല്യൂ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊരു ന്യൂസുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇന്റർനാഷണൽ മീഡിയകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു വാർത്ത ജെറൂസലേം പോസ്റ്റിന്റെയാണ്. ജെറൂസലേം പോസ്റ്റ് എന്ന മീഡിയ കൊടുത്തിട്ടുള്ള വാർത്തയാണ്. ജെറൂസലേം പോസ്റ്റ് കൊടുക്കാനുള്ള കാരണം, ഈ വിഷയം ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അതിലേക്ക് യോജിച്ച് നിൽക്കുന്നത് അവരുടെ വാർത്ത ആയതുകൊണ്ടാണ് ഞാൻ ജെറൂസലേം പോസ്റ്റിന്റെ ന്യൂസ് കൊടുത്തിട്ടുള്ളത്. അതിൽ കറക്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ടെക്സസിൽ നിന്ന് ഇസ്രായേലിലേക്ക് എന്ത് പോയി. ഇപ്പൊ നമ്മള് പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് എന്ന് പറയല്ലോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്. അപ്പൊ എന്താണ് യാത്ര ചെയ്തത്? അപ്പോൾ യാത്ര ചെയ്തത് റെഡ് ഹെഫേകളാണ്. റെഡ് ഹെഫെ എന്തിനു വേണ്ടിയിട്ട്? ടെമ്പിളിന് വേണ്ടിയിട്ട്, ആരാധനാലയത്തിന്റെ വരവിന് വേണ്ടിയുള്ള, ആരാധനാലയത്തിന്റെ വരവിന് വേണ്ടിയിട്ടുള്ള ചുവന്ന പശുക്കളെ അമേരിക്കയിലെ ടെക്സസിൽ നിന്ന് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് വാർത്ത. ഈ ഒരു ജെറൂസലേം പോസ്റ്റ് മാത്രമല്ല, മറ്റു പല ഇന്റർനാഷണൽ മീഡിയകളും കൊടുത്തിട്ടുണ്ട്. അൽ ജസീറയുടെ ന്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. വാട്ട് ഡു ടെക്സൻ റെഡ് ഹെഫേസ് ഹാവ് ടു ഡു വിത്ത് അൽ അക്സ ആൻഡ് എ ജൂയിഷ് ടെമ്പിൾ? ഈ ചുവന്ന ഹെഫെ എന്ന് ചുവന്ന പശുക്കള്, ഈ ഹെഫയ്ക്ക് ഒരു പ്രത്യേക ഡെഫിനേഷൻ ഉണ്ട്, നമുക്ക് പറയാം. ടെക്സസിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള ഈ ചുവന്ന ഹെഫകള്, അതിന് എന്താണ് അൽ അക്സ മോസ്കുമായിട്ടും അതേപോലെ തന്നെ ജൂവിഷ് യഹൂദമത വിശ്വാസികളുടെ ഒരു ആരാധനാലയം ബന്ധപ്പെട്ടിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്നാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഈ ഒരു ഹെഡിങ്ങിൽ വരുന്നുണ്ട്, അൽ ജസീറ ന്യൂസിൽ വരുന്നുണ്ട്. ഒന്ന്, റെഡ് ഹെഫകൾ, ചുവന്ന പശുക്കള്. രണ്ടാമത് അൽ അക്സ മോസ്ക്. മൂന്നാമതായിട്ട് ജൂവിഷ് ടെമ്പിൾ. ഈ 3 പോയിന്റുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ 3 പോയിന്റ് നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് നമ്മളെ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഈ ജെറൂസലേം പോസ്റ്റിന്റെ ന്യൂസിനകത്ത് നിങ്ങൾക്കൊരു വേർഡ് കാണാൻ സാധിക്കും, ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അവരാണ് ഈ ഒരു പശുക്കളെ ടെക്സസിൽ നിന്ന് ഇസ്രായേലിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഹെഡിങ് കാണാൻ സാധിക്കും, ഒരു സബ് ഹെഡിങ് കാണാൻ സാധിക്കും. അതവർ കൊടുത്തത് ഇങ്ങനെയാണ്: ദ റെഡ് ഹെഫെ, ദി മിസ്സിംഗ് ഇൻഗ്രീഡിയന്റ്. റെഡ് ഹെഫെ, ചുവന്ന പശുക്കൾ,
ദി മിസ്സിംഗ് ഇൻഗ്രീഡിയന്റ്, അതായത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, കിട്ടാനില്ലാതെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ്, അതായത് ചേരുവയാണ്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ വിചാരിച്ചു. ബിരിയാണിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സാധനം എന്താ? അരിയല്ലേ. അപ്പൊ നമ്മൾ അതിൽ അരി ഇല്ല എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിങ്ങനെ വേറെ കുറച്ച് പുതിനയും മലിച്ച പുതിനയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിരിയാണിയായി മാറില്ലല്ലോ. ബിരിയാണിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് വേണ്ടത് എന്താ? അരിയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് അത് മിസ്സിംഗ് ആണ്. അതെന്താണ്? അതാണ് റെഡ് ഹെഫെ, ചുവന്ന പശുക്കൾ. അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊരു പ്രിപ്പറേഷൻ ഉണ്ട്, ആ പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയന്റ് ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മൾ നേരെ എന്താണ് ഹെഫെ എന്ന വാക്കിന് അർത്ഥം വരുന്ന നോക്കാം. നമ്മൾ പശു പശു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പശു എന്ന് മൊത്തത്തിൽ നമ്മൾ പറയാറുള്ളത് എന്തിനാ? കുട്ടി, ചെറിയ പശുവിന് നമ്മൾ പശു എന്ന് പറയും, അമ്മ പശുവിന് പശു എന്ന് പറയും, അല്ലെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന പശുവിന് നമ്മളെപ്പോഴും പശു പശു എന്ന് പറയാറുള്ളത്, അല്ലെ അങ്ങനെ പറയാറുള്ളത്. പക്ഷെ ഹെഫെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഡെഫിനേഷൻ അത് വരുന്നുണ്ട്. വാട്ട് ഈസ് ഹെഫെ? ഹെഫെ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഹെഫെ എന്ന് പറയുകയാണെങ്കിൽ ഒരു യങ് ആയിട്ടുള്ള, ചെറുപ്പമായിട്ടുള്ള, ഒരു ഇടത്തരമായിട്ടുള്ള ഫീമെയിൽ, പശു ആകുമ്പോൾ സ്വാഭാവിക പെണ്ണാണല്ലോ, അപ്പോ ഫീമെയിൽ ഡൊമസ്റ്റിക്, വീട്ടിൽ വളർത്തുന്ന, ദാറ്റ് ഹാസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഓഫ് സ്പ്രിങ്, കുട്ടികളെ പ്രസവിച്ചിട്ടില്ലാത്തത്. അപ്പൊ കുട്ടികളെ പ്രസവിച്ചിട്ടില്ലാത്ത യങ് ആയിട്ടുള്ള, ഇടത്തരമായിട്ടുള്ള പശുക്കളെ പറയുന്ന പേരാണ് ഹെഫെ എന്നുള്ളത്. നമ്മുടെ നാട്ടിലിപ്പോ ഈ പ്രസവിച്ചിട്ടില്ലാത്ത ഒരു ഇടത്തരം പശുവിന് പ്രത്യേകിച്ച് ഒരു പേര് പറയുന്നുണ്ടോ? സാധാരണ ചില ആൾക്കാർ പറയാറുള്ളത് പശു കിടാവെന്ന്. പശു കിടാവ് എന്ന് പറയുന്നത് കുട്ടിയാണ്, അല്ലെ? കുട്ടിയാണല്ലോ. കുട്ടിയല്ല, പ്രസവിച്ചിട്ടുള്ള ഒരു അമ്മ പശുവല്ല, അതിനിടയിൽ വരുന്നതാണ് പ്രസവിച്ചിട്ടില്ലാത്ത ഇടത്തരം പശു എന്നാണ് വരുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഒരു പേര് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു പുതിയൊരു ഇൻഫർമേഷൻ ഉണ്ടാവും. സാധ്യതയുണ്ട്, കാരണം പഴയ കാലത്തുള്ള ആളുകൾക്കൊക്കെ ഇവരെ വിഷയത്തെ കുറിച്ച് അറിയാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ അവർ പല പേര് വിളിച്ചിട്ടുണ്ടാവും, അതാവുമല്ലോ. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരാനുള്ളത്, ഒരു ക്വസ്റ്റ്യൻ വരാനുള്ളത്, ഒരു സംശയം വരാനുള്ളത്, എന്തിനാണ് ഈ അമേരിക്കയിലെ ടെക്സസിൽ നിന്ന് ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ പാലസ്തീനിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ്, പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ. ആ പ്രിപ്പറേഷൻ എന്താണ്, എന്തിനു വേണ്ടിയാണ്? അതാണ് ചോദ്യം. അത് നമ്മളൊന്ന് ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ, ഈ സയനിസ്റ്റ് ഭീകര സംഘടനയായിട്ടുള്ള ഇസ്രായേല്, അവർക്ക് പാലസ്തീൻ മണ്ണിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് അധികാരം വേണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില അജണ്ടകളിൽപ്പെട്ട ഒരു അജണ്ടയാണ് അവിടെ ഒരു യഹൂദ ദേവാലയം, യഹൂദ മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ആരാധനാലയം പണിയുക എന്നുള്ളത്. ലോകത്തിലെ ഏകദേശം എല്ലാ ഭീകര സംഘടനകളും, തീവ്രവാദ സംഘടനകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തില് ജനങ്ങൾക്കിടയിൽ, ജനങ്ങളുടെ മതവിശ്വാസത്തിനെ വളച്ചൊടിച്ചുകൊണ്ടും അവരുടെ ഇടയിലേക്ക് മതവികാരം കുത്തി നിറച്ചുകൊണ്ടും അത്തരത്തിലുള്ള ചില വിദ്വേഷങ്ങളിലൂടെയും വർഗീയ പ്രചാരണങ്ങളിലൂടെയൊക്കെയാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം അതാണ്, അല്ലെ? ചില പ്രത്യേക മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള സംസാരവും, അതേപോലെ തന്നെ മറ്റു ചില ന്യൂനപക്ഷങ്ങളെ മേലെയുള്ള ആരോപണങ്ങളും, ന്യൂനപക്ഷങ്ങളുടെ അവരുടെ ആരാധനാലയങ്ങളുടെ മേലെയുള്ള കടന്നുകയറ്റങ്ങളും, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുക എന്നുള്ളത് ലോകത്തിൽ എല്ലാ ഭാഗത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇതേപോലെ തന്നെയാണ് സയനിസ്റ്റ് ഭീകര സംഘടന, അവർക്കും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യമാണ് അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഇളക്കി വിടുക എന്നുള്ളത്. ആ വികാരത്തിന് ഒരു വലിയ ടീം അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഓർത്തഡോക്സ് യഹൂദരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അത്തരം സംഘടനകളാണ് ഇത്തരത്തിലുള്ള ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ളത്. അതായത് ഇവരുടെ ലക്ഷ്യം തന്നെ അവിടെ ഒരു ടെമ്പിൾ കൊണ്ടുവരിക എന്നുള്ളതും, അവിടെ ഒരു ആരാധനാലയം കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തിനാണ് ഇവര് ഈ ചുവന്ന പശുക്കളെ കൊണ്ടുപോകുന്നത്? ഈ ചുവന്ന പശുക്കളുമായിട്ട് എന്താണ് ഈ ഒരു ആരാധനാലയത്തിന് ബന്ധമുള്ളത്? ആരാധനാലയത്തിൽ പ്രവേശിക്കണമെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിലൊക്കെ ഇവർക്ക് ശുദ്ധിയായിരിക്കണം. അശുദ്ധിയായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പോഴുള്ള സയനിസ്റ്റ് ഭീകരർ മൊത്തം നിൽക്കുന്നത്. അല്ലെങ്കിൽ യഹൂദ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളൊക്കെ വിശ്വാസപരമായിട്ട് തന്നെ അവര് അശുദ്ധരാണ്. കാരണം ഡെഡ് ബോഡികളെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അശുദ്ധരായി മാറും. ഇസ്രായേൽ എന്ന് പറയുന്ന തീവ്രവാദ രാജ്യം ഒരുപാട് കുട്ടികളെ, സ്ത്രീകളെയൊക്കെ ഡെയിലി കൊന്നുകൊണ്ടിരിക്കുക. ഡെഡ് ബോഡിയെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡിയിൽ നിന്ന് ഇവർ അശുദ്ധരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് 2000 വർഷങ്ങളായിട്ട് ഇവര് ഈ അശുദ്ധിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ പുതിയ തലമുറ, ഇപ്പോൾ വന്ന തലമുറയും അവരും അശുദ്ധരായി മാറി.
ഈ അശുദ്ധി മാറ്റിയെടുത്താൽ മാത്രമേ അവർക്ക് അവരുടെ ആ ഒരു ടെമ്പിള്, അവരുടെ ഒരു ആരാധനാലയം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ മാത്രമേ അവർക്കതിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഉണ്ട് പഴയ നിയമത്തിൽ. നമ്മൾ ആ ചാപ്റ്റർ നോക്കുന്നുണ്ടെങ്കിൽ ശുദ്ധീകരണ ഭസ്മം എന്ന പേരിലൊരു ഹെഡിങ് കാണാൻ സാധിക്കും. അതിൽ ദൈവം സർവേശ്വരന് മോശയോടും അഹരനോടും അരുൾ ചെയ്തു. അഹരൻ എന്ന് പറയുകയാണെങ്കിൽ ആരോൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, മലയാളത്തിൽ അഹരോൺ എന്ന് പറയുന്ന, അറബിയിൽ ഹാറൂൻ എന്ന് പറയുന്ന പ്രവാചകനാണ്. മോശ എന്ന് പറഞ്ഞാൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ നബിയുടെ സഹോദരനായിട്ടുള്ള ഹാറൂൻ നബിയോടും മൂസ നബിയോടും അള്ളാഹു പറയുകയാണ്, ഞാൻ കൽപ്പിക്കുന്ന നിയമത്തിലെ വ്യവസ്ഥ ഇതാവുന്നു. അതാണ് കമാൻഡ്. കുറ്റമറ്റതും നുകം വെക്കാത്തതുമായിട്ടുള്ള ഒരു ചുവന്ന പശുക്കിടാവിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേൽ ജനത്തോട് പറയുക. അതായത് കമാൻഡ് ഇത്രയേ ഉള്ളൂ, ഒരു പശുക്കിടാവിനെ കൊണ്ടുവരണം. പശുക്കിടാവ് എന്ന് പറയുന്നത് ഇവര് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആക്കിയെന്നുള്ളൂ. ശരിക്കും ഹെഫ എന്നാണ് അർത്ഥം. ഹെഫ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇടത്തരം പശു, പ്രസവിച്ചിട്ടില്ലാത്ത ഇടത്തരം പശു. അപ്പൊ പ്രസവിച്ചിട്ടില്ലാത്ത ഒരു ഇടത്തരം പശുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം കൽപ്പിക്കുകയാണ്. ആരോട്? ഇസ്രായേൽ ജനത്തോട്. എങ്ങനത്തെ പശു? നുകം വെക്കാത്തതും കുറ്റമറ്റതും. അതായത് ഒരു പ്രശ്നവും ഇല്ലാത്ത, ഒരു ഡിസബിലിറ്റീസും ഇല്ലാത്ത, അല്ലെ, അത് ചെവിയും മുഖവും വാലും നടത്തവും എല്ലാം മനോഹരമായിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള. ഈ നുകം എന്ന് പറയുകയാണെങ്കിൽ പണ്ട് കാള, പശുവിനൊക്കെ നമ്മൾ വയൽ ഉഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് കഴുത്തിലൊരു സാധനം ഇങ്ങനെ ഒരു മരത്തിന്റെ പീസ് വെക്കാറുണ്ടല്ലോ, അതിനെയാണ് നുകം എന്ന് പറയുന്നത്. അപ്പൊ ആ നുകം വെച്ചുകൊണ്ട്, നുകം വെക്കാത്തത്, നുകം വെക്കുക എന്ന് പറയുമ്പോൾ പണിയെടുപ്പിച്ചിട്ടില്ലാത്ത, നുകം വെക്കുന്ന പണിയെടുപ്പിക്കാനാണല്ലോ. അപ്പൊ അതൊരു ആഭരണമൊന്നുമല്ല, ഒരു പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അപ്പൊ ഒരു ടൂളാണത്. അപ്പോ നുകം വെക്കാത്തതെന്ന് പറയുകയാണെങ്കിൽ പണിക്ക് ഉപയോഗിച്ചിട്ടില്ലാത്ത പശുവായിരിക്കണം, ഹെഫ ആയിരിക്കണം. ഒരു ക്വാളിറ്റി. അപ്പൊ രണ്ട് ക്വാളിറ്റി എന്തൊക്കെയാണ്? ഒരു ക്വാളിറ്റി പറയുന്നത് കുറ്റമറ്റത്, ഒരു ഡിസബിലിറ്റീസ് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തത് നുകം വെക്കാത്തതായിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ പെറ്റിനെ പോലെയൊക്കെ നമ്മൾ പെറ്റാക്കി വളർത്തുള്ളൂ, അത്ര ഓമനയോടെ വളർത്തിയിട്ടുള്ള ഒരു ചുവന്ന പശു. അത് ഇനി ഇത് ആരോടാ പറഞ്ഞത്? ഇസ്രായേൽ ജനത്തോട്. ഇവിടെ വീണ്ടും ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ ജനം എന്ന് പറയുമ്പോൾ ഈ സയനിസ്റ്റ് ഭീകരര് അവരുടെ രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ, ഇസ്രായേലിന്റെ രാജ്യത്തിനകത്തുള്ള ആൾക്കാർ. അങ്ങനെയല്ല. നിങ്ങൾ പഴയ നിയമം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്, യാക്കോബ പ്രവാചകന്റെ പേരാണ്. യാക്കോബ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. പഴയ നിയമത്തിലേക്ക് കാണാൻ സാധിക്കും. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് പ്രവാചകന്റെ മകനാണ് യാക്കോബ് പ്രവാചകൻ. അദ്ദേഹത്തിന്റെ മകനാണ് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ യാക്കോബ് പ്രവാചകന്റെ വേറൊരു പേരാണെന്ത്? ഇസ്രായേൽ എന്നുള്ളത്. ഈ ബനു ഇസ്രായേൽ എന്ന് പറയുകയാണെങ്കിൽ, ഇസ്രായേലി മക്കൾ എന്ന് പറയുകയാണെങ്കിൽ, ഇസ്രായേലി ജനം എന്ന് പറയുകയാണെങ്കിൽ പരമ്പരയിൽപ്പെട്ട ആൾക്കാരാണ്. അദ്ദേഹത്തിന്റെ ജിനോളജിയിൽ, കുടുംബത്തിൽ, പരമ്പരയിൽ വരുന്ന ആളുകളെയാണ് ഇസ്രായേലി മക്കൾ, ഇസ്രായേലി ജനം എന്ന് പറയുന്നത്. അപ്പോ ഇവരോട് പറയുന്നത്, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിട്ടൊരു കമാൻഡാണ് ഒരു പശുവിനെ കൊണ്ടുവരിക എന്നുള്ളത്. ഇനി ബനു ഇസ്രായേൽ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ യഹൂദരായ ആളുകൾ, ജൂതമത വിശ്വാസികളായ ആൾക്കാരുടെ നാടാണത്, ഇവരുടെ വാഗ്ദത്ത ഭൂമിയാണത് എന്നുള്ളതാണ് സാധാരണ സയൻസ് സപ്പോർട്ടേഴ്സ് ആയ ആൾക്കാർ പറയാറുള്ളത്. പക്ഷെ സത്യത്തിൽ ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലി മക്കളിൽ യഹൂദർ മാത്രമാണുള്ളത്. നമ്മളതിന്റെ കുടുംബം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ക്രിസ്ത്യൻസും ഉണ്ട്, മുസ്ലിംസും ഉണ്ട്, യഹൂദന്മാരുണ്ട്. ക്രിസ്ത്യാനികൾ അങ്ങനെ ഉണ്ടായത്, ക്രിസ്ത്യൻസ് യേശുവിന്റെ വരവോട് കൂടിയിട്ട്, ഈസാ നബി അലൈഹി സ്വലാം വരവോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ ക്രിസ്ത്യൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെ റോമൻ ഭരണാധികാരിയും ആ രാജ്യം മുഴുവൻ ക്രിസ്ത്യൻസ് ആയി മാറിയിട്ടുണ്ട്. യേശുവിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള ശിഷ്യന്മാരൊക്കെ യഹൂദമത വിശ്വാസികളായിരുന്നു ടെക്നിക്കലി, അല്ലെ. എന്നിട്ട് അവർ പിന്നീട് ക്രിസ്ത്യൻറ്റിലേക്ക് വന്നതാണ്. നമ്മൾ പറയാന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇസ്ലാമിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരവിന് ശേഷം പിന്നീട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു ബനു ഇസ്രായേൽ കുടുംബം, ആ ഒരു പരമ്പരക്കകത്ത് വെറും യഹൂദൻ മാത്രമല്ല ഉള്ളത്, അതിന് മുസ്ലിംസും ക്രിസ്ത്യൻസും അങ്ങനെ പല ആളുകളുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ലാൻഡാണ്, അവർ താമസിക്കുന്ന സ്ഥലം അവരുടെ സ്വന്തമാണ്, എല്ലാവരുടെയും സ്വന്തമാണ്. അല്ലാതെ ഒരു മതത്തിന് മതം സ്വന്തമല്ല. പക്ഷെ ഇവിടെയുള്ള സയനിസ്റ്റ് ഭീകരരൊക്കെ, സയൻസ് സപ്പോർട്ടേഴ്സൊക്കെ, പ്രത്യേകിച്ച് നവനാസ്തികരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയാറുള്ളത് എന്താ, അത് യഹൂദർക്ക് വാഗ്ദത്തം കൊടുത്ത ഭൂമിയാണ്, യഹൂദര ഭൂമിയാണ്, അല്ലെങ്കിൽ ആ ഒരു അവരുടെ സയനിസ്റ്റ് ഭീകർക്ക് വേണ്ടിയിട്ടുള്ള രാജ്യമാണെന്നൊക്കെ പറയും. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ മൊത്തം രാജ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഈ സയനിസ്റ്റ് ഭീകരരെ സപ്പോർട്ട് ചെയ്യാനുള്ള രണ്ട് കാരണം, ഒന്ന് പറയുകയാണെങ്കിൽ മുസ്ലിമോട് വെറുപ്പാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ വേറൊന്നുമല്ല, അവർക്ക് സയനിസ്റ്റിന് ഇഷ്ടമുണ്ടായിട്ടൊന്നും ശരിക്കും മുസ്ലിങ്ങളോടുള്ള വെറുപ്പാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം അവർക്ക് വിവരമില്ല എന്നുള്ളതാണ്. അതായത് ഒരു അറിവുമില്ല, ഒരു ബോധമില്ല എന്നുള്ളതാണ്. കാരണം അവർ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ എന്തോ സയനിസ്റ്റ് രാജ്യമാണ്. ആരാണ് ഇസ്രായേൽ, ബനു ഇസ്രായേൽ എന്താണെന്നൊന്നും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. വിവരമില്ലാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ നേരെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുകയാണ്, അതിനെ നിങ്ങൾ പുരോഹിതനായ എലയാസറിനെ ഏൽപ്പിക്കണം, ആ പശുവിനെ. എന്നിട്ട് അതിനെ
അവന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ കൊല്ലണം എന്ന് പറയാം. ആ പശുവിനെ നിങ്ങൾ കൊല്ലണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സംഖ്യകൾ ആലോചിച്ച് നോക്കുക കേട്ടോ. സയനിസ്റ്റ് ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന സംഖ്യകൾ അവരെ എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം പശുവിനെ കൊണ്ടുവന്നിട്ട് അതിനെ കൊല്ലാനാണ് പറയുന്നത്. എന്നിട്ട് ഈ പശുക്കുട്ടിയുടെ രക്തം എടുത്തുകൊണ്ട് അത് തളിക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം ഈ പശുവിന്റെ തോലും ചാണകവും ഇറച്ചിയും എല്ലാം അടക്കം കത്തിക്കാൻ വേണ്ടി പറയാം. കത്തിച്ചിട്ട് ഇതിലേക്ക് ചില സാധനങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. അതാണ് ഈസോപ്പ് കമ്പും ചുവന്ന നൂലും പിന്നെ ദേവദാരു മരത്തിന്റെ ഒരു കഷ്ണവും. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ്. ഇപ്പൊ നമ്മൾ യാഗം നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പം ഹൈന്ദവരൊക്കെ യാഗം നടത്തുന്ന സമയത്ത് വെണ്ണ ഒഴിക്കുകയോ ചില ഓരോ ഒഴിക്കില്ല ഒരു സമയത്തൊക്കെ. അതേപോലെ തന്നെ ഇവർ നടത്തുന്ന യാഗത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ സോപ്പ് കമ്പ്, ചുവന്ന നൂല്, അതേപോലെ തന്നെ ദേവദാരു മരത്തിന്റെ കമ്പ് എന്നൊക്കെ പറയണത്. അപ്പൊ ഇങ്ങനെയുള്ള യാഗം നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഭസ്മം കിട്ടും. കത്തിക്കഴിഞ്ഞാൽ ഭസ്മം കിട്ടുമല്ലോ, ഒരു പൊടി കിട്ടുമല്ലോ. ആ ഒരു പൊടി ഇവരത് എടുത്തു വെക്കാൻ വേണ്ടി പറയാണ്. ആ പൊടി എടുത്തു വെക്കുന്നത് എന്തിനാണ്? ഇസ്രായേൽ ജനത്തിന്റെ പാപപരിഹാർത്ഥം. ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ജനം. അപ്പൊ ആ ഇസ്രായേൽ ജനത്തിന്റെ പാപപരിഹാരത്വം ശുദ്ധീകരണ ജലം തയ്യാറാക്കാൻ സൂക്ഷിച്ചു വെക്കുക. ശുദ്ധീകരണ ജലം. അപ്പൊ ശുദ്ധീകരണ ജലം ഉണ്ടാക്കാനുള്ള ഒരു ഇൻഗ്രീഡിയന്റ് എന്താണ്? ഈ പശുവിനെ കത്തിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഭസ്മമാണ്. മനസ്സിലായല്ലോ? ആ ഭസ്മം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പശുക്കളെ കൊണ്ടുവരുന്നത്. അടുത്തൊരു ചാപ്റ്റർ നോക്കുന്നുണ്ടെങ്കിൽ ഡെഡ് ബോഡിയെ സ്പർശിച്ചാൽ, അത് തുടക്കം തന്നെ ഡെഡ് ബോഡിയെ സ്പർശിക്കുന്ന ഏതൊരുവനും 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. അതെല്ലാം കുറച്ചും താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യം വരാൻ പോകുന്നുണ്ട്. ഡെഡ് ബോഡിയെ സ്പർശിച്ച ശേഷം, ടച്ച് ചെയ്ത ശേഷം സ്വയം ശുദ്ധീകരിക്കാതെ ഇരിക്കുന്നവൻ തിരു സാന്നിധ്യ കൂടാരത്തെ അശുദ്ധമാക്കുന്നു. മനസ്സിലായല്ലോ? അതായത് ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അവൻക്ക് ദേവാലയത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. ദേവാലയം അവനെ അശുദ്ധമാക്കും. അതുകൊണ്ട് അവനെ ഇസ്രായേലരുടെ ഇടയിൽ നിന്ന് ബഹിഷ്കരിക്കണം. ഇസ്രായേലരുടെ ഇടയിൽ നിന്ന് ബഹിഷ്കരിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. അത്രത്തോളം കഠിനമായിട്ടുള്ള ശിക്ഷയാണ്. ഡെഡ് ബോഡിയെ ടച്ച് ചെയ്തിട്ട് ഈ ഒരു ശുദ്ധീകരണം ചെയ്യാത്ത ആള് ശുദ്ധീകരണം ചെയ്യുക എങ്ങനെയാണ്? അത് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധീകരണ ജലം തളിക്കപ്പെടാത്തത് കൊണ്ട് അവൻ അശുദ്ധനാകുന്നു. ശുദ്ധീകരണ ജലം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടല്ലോ ശുദ്ധീകരണ ജലം എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. ഭസ്മം അല്ലെ, ആ ഒരു പശുവിനെ കൊന്ന് കത്തിച്ച് കളഞ്ഞ് കിട്ടുന്ന ഭസ്മം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ശുദ്ധീകരണ ജലം ഉണ്ടാക്കുന്നത്. ആ ശുദ്ധീകരണ ജലം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇതിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ദേവാലയം ഉണ്ടാക്കാനും ദേവാലയത്തിലേക്ക് കടക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ശുദ്ധീകരണ ജലം ഉണ്ടാക്കുന്നത്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഹെഫയുടെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നമുക്ക് ആ കണ്ടീഷൻസ് മാത്രം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒന്ന്, ചുവന്ന കളറായിരിക്കണം. ചുവന്ന കളർ എന്ന് മാത്രമല്ല, ഒരു പുള്ളി പോലും വേറൊരു കളർ ഉണ്ടാകാൻ പാടില്ല. പക്കാ ചുവപ്പായിരിക്കണം. അത്രത്തോളം സ്ട്രോങ് ചുവപ്പ് ആ നിറമായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഡിഫോമിറ്റി ഉണ്ടാകാൻ പാടില്ല. അതായത് ഒരു അംഗവൈകല്യങ്ങളും വാല്, ചെവി, കാല്, എവറിത്തിങ് എല്ലാം ഒക്കെ ആയിരിക്കണം. അതേപോലെ തന്നെ മുഖം വെക്കാൻ പാടില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം. പിന്നെ കാത് കുത്താൻ പാടില്ല. അങ്ങനെ കണ്ടിട്ടോ, കാത് കുത്താൻ പാടില്ല. അങ്ങനെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നാച്ചുറൽ ബർത്ത് ആയിരിക്കണം. അതായത് ഇപ്പം പുതുതായിട്ട് റബായിമാരൊക്കെ ആടിയ പുതിയ സാധനമാണ് നാച്ചുറൽ ബർത്ത് ആയിരിക്കണം എന്നുള്ളത്. ഇതൊന്നും പോരാഞ്ഞിട്ട് പുതിയതാടിയതാണ് നാച്ചുറൽ ബർത്ത് ആയിരിക്കണം എന്നുള്ളത്. പിന്നെ വയസ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ പശുവിന്റെ കാര്യമൊക്കെ തീരുമാനമായല്ലോ. ഇനി അടുത്തതായിട്ട് വരാൻ പോണ അടുത്തൊരു വലിയൊരു പ്രശ്നമാണ് പ്രീസ്റ്റ്, പുരോഹിതനെ കിട്ടണ്ടേ? എങ്ങനെയാ പുരോഹിതനെ കിട്ടുക? അപ്പൊ നമ്മൾ ആലോചിക്കും, അയ്യോ പുരോഹിതന്മാര് കുറെ ഉണ്ടല്ലോ, കറുത്ത ഡ്രസ്സൊക്കെ കിടക്കുന്ന. അത് റബ്ബിമാരല്ല പുരോഹിതന്മാര്. യഹൂദ വിശ്വാസപ്രകാരം റബ്ബിമാരല്ല പുരോഹിതന്മാർ. ഇവരുടെ ഒരു പരമ്പരയിൽ വരുന്ന ആളുകളാണ് ഈ ഒരു പുരോഹിതന്മാർ. ഒരു കുടുംബമാണ് പുരോഹിത കുടുംബം. അപ്പൊ ആദ്യത്തെ പുരോഹിതൻ ആരായിരുന്നു? ആരോൺ. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു ആദ്യത്തെ പുരോഹിതന്. ആരോണി പ്രീസ്റ്റ്ഹുഡ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒരു പ്രീസ്റ്റ്ഹുഡ് വരുന്നുണ്ട്. അതിന്റെ അകത്തുനിന്ന് വരണം ആര്? ഈ പുരോഹിതന്. അപ്പൊ നമ്മൾ ഈ ഫോട്ടോ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ആൾക്കാർ റബ്ബിമാരും, വേറെ ഡ്രസ്സ് ഇട്ട് എടുക്കുന്ന കുറച്ച് ഡിഫറെന്റ് ആയി നിൽക്കുന്ന ഇവരെയാണ് പുരോഹിതന്മാർ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ പ്രവാചകനും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ല യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ആരോണിക് പ്രീസ്റ്റ്ഹുഡിന്റെ അകത്ത് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഈ ആരോണിക് പ്രീസ്റ്റ്ഹുഡിന്റെ അകത്തുനിന്ന് പ്രീസ്റ്റിനെ കണ്ടെത്തുക എന്നുള്ളത് അതിനേക്കാൾ എത്രയോ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതുകൊണ്ട് അവരിപ്പം ഈ സയനിസ്റ്റ് ഭീകര സംഘടനകളൊക്കെ പറയാറുള്ളത് അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഈ ഒരു ആരാധനാലയം ഉണ്ടാക്കിയാൽ മതി, അതാണല്ലോ അവരുടെ ഫോക്കസ്, അത് ഉണ്ടാക്കിയാൽ മതി എന്ന രീതിയിലൊക്കെ പറയുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ടെമ്പിൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ ഒരു ഹിസ്റ്ററി ഉണ്ട്, ഇവർ വിശ്വസിക്കുന്ന ഒരു ഹിസ്റ്ററി ഉണ്ട്. നമുക്ക് അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഇവരുടെ ഹിസ്റ്ററി നോക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ഈ ടെമ്പിൾ ഉണ്ടാക്കിയത് ദാവൂദ്
ഡേവിഡ് എന്ന് പറയാം, ബൈബിളിൽ ഡേവിഡ്, ദാവീദ് എന്ന് പറയുന്ന മുസ്ലിംസ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന രാജാവ്, ഡേവിഡ് ഗോലിയാത്ത് തമ്മിലുള്ള ഫൈറ്റ് നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പാലസ്തീൻ ഭരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു ടെമ്പിൾ ഉണ്ടാക്കാനുള്ള തുടങ്ങിയത് എന്നാണ് പറയുന്നത്. പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സോളമൻ, അദ്ദേഹം ഭരണാധികാരി വന്ന സമയത്ത് അദ്ദേഹം അത് മുഴുവനായിട്ട് പണിതു. അതായത് 1,80,000 പണിക്കാരെ വെച്ചുകൊണ്ട് 7 വർഷം കൊണ്ടാണ് ആ ഒരു പണി പൂർത്തീകരിച്ചത്. ഓക്കെ. അതിനുശേഷം പിന്നീട് 586 BCE ബാബിലോണിയൻ റൂളറായിരുന്ന നെബൂഖദ് നെസർ എന്നറിയപ്പെടുന്ന ഒരു ഭയങ്കര ഒരു ക്രൂരനായ വ്യക്തി, അയാൾ വന്നിട്ട് ഈ ഒരു ആരാധനാലയം കംപ്ലീറ്റ് നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ അതിനുശേഷം 521 കാലഘട്ടമായ സമയത്ത് ബനൂ ഇസ്രായേലിനെ മൊത്തം എന്ത് ചെയ്തു, അടിമ വെച്ചു. അപ്പൊ ആ അടിമകൾ തിരിച്ച് വീണ്ടും പാലസ്തീനിലേക്ക് വരാൻ വേണ്ടിയിട്ടും അവിടെ വന്നിട്ട് താമസിക്കാനും ജെറൂസലേമിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്തു. ആ സമയത്ത് അവർ വേറൊരു ആരാധനാലയം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് സെർക്ക എന്നറിയപ്പെടുന്ന ഒരു ആരാധനാലയം. അത് 521 BC ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ടൈറ്റസ് എന്നറിയപ്പെടുന്ന വേറൊരു ഭരണാധികാരി വന്ന് അതൊന്നും നശിപ്പിച്ചു കളഞ്ഞു. ഓക്കെ. അതിനുശേഷം പിന്നീട് വേറൊരു ആരാധനാലയം ഉണ്ടായിട്ടില്ല. അപ്പൊ 2 ആരാധനാലയങ്ങൾ ഓൾറെഡി ഉണ്ടായ സമയത്ത് 2 നശിപ്പിക്കപ്പെട്ടു. പിന്നീട് 135 CE ആ ഒരു കാലഘട്ടത്തിൽ, BC കഴിഞ്ഞു കേട്ടോ, ആ CE കാലഘട്ടത്തിൽ ഹാൻറിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഈ ഒരു സിറ്റി, ഈ ഒരു പറഞ്ഞ ജെറൂസലേം മുഴുവൻ നശിപ്പിക്കപ്പെടുകയും എന്നിട്ട് ആ സ്ഥലത്തിന് ഏലിയ ക്യാപിറ്റോലിന എന്നുള്ള പേരാണ് കൊടുത്തത്. പുതിയൊരു പേരിട്ടെടുത്തു. ഈ പേരായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജെറൂസലേം കീഴടക്കുന്ന ആ ഒരു സമയത്ത് പോലും ഈ പേരായിരുന്നു. ആ പേര് പിന്നീടാണ് മുസ്ലിങ്ങൾ വരവോട് കൂടിയാണ് പിന്നീട് ബൈത്തുൽ മുഖദ്ദിസ്, ഖുദ്സ് എന്നൊക്കെ പേര് മാറിയത്. അപ്പൊ അതുവരെയുള്ള പേരെന്തായിരുന്നു, ഏലിയ ക്യാപിറ്റലോണിയ എന്നായിരുന്നു പേരിട്ടിരുന്നത്. അതിട്ടത് ഹാഡ്രിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംബറിന്റെ കാലഘട്ടത്തിൽ 135 CE ആ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് 313 CE കാലഘട്ടത്തിൽ 3ാം നൂറ്റാണ്ടില് എംബറായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ആ ഒരു സമയത്ത് നിർമ്മിക്കുന്ന ചർച്ച് ഓഫ് റിസറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പള്ളികളും മറ്റു പല പള്ളികളും ഒക്കെ ആ സമയത്ത് അവരുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം ഇസ്ലാം മതം അവിടെ എത്തിയ സമയത്ത്, ജെറൂസലേം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കീഴടക്കിയ സമയത്ത് ഈ യഹൂദ മത വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ആ ഒരു ഏരിയ മുഴുവൻ വേസ്റ്റ് ഇട്ട് നിറഞ്ഞിരുന്നു. ഒരുപാട് വേസ്റ്റ് കൊണ്ടുപോയി. അതായത് ഈ ക്രൈസ്തവർക്ക് ഇവരിഷ്ടമല്ല, നമുക്കറിയാലോ. ഒന്നാമത് യേശു ക്രിസ്തുവിനെ കൊന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ച് അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ യഹൂദരോടുള്ള ദേഷ്യവും വൈരാഗ്യവും കാരണം അവരെ ഓൾറെഡി അവിടുന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ യഹൂദരവിടെ അല്ല. യഹൂദരെ ഇല്ലാത്തത് കൊണ്ട് അവർ ഉപയോഗിക്കാത്ത ലാൻഡ് ആയതുകൊണ്ട് ആ ലാൻഡിൽ മുഴുവനും വേസ്റ്റ് കൊണ്ടുപോയിടുന്ന ഒരു ഏരിയക്ക് മാറ്റിയിരുന്നു. അതിന് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ആ വേസ്റ്റ് മുഴുവൻ അദ്ദേഹവും സഹാബികളും കൂടി ചേർന്ന് ക്ലീൻ ചെയ്ത് അവിടെ ഒരു പള്ളിയും കിട്ടുന്നുണ്ട്. ഇതാണ് അതുവരെയുള്ള സംഭവം. സയനിസ്റ്റ് ഭീകരരുടെ പ്രധാനപ്പെട്ട ഒരു ക്ലെയിം എന്ന് പറയുകയാണെങ്കിൽ, മുസ്ലിങ്ങളുടെ ആ പള്ളി ഉണ്ടല്ലോ, ആ പള്ളിയുടെ താഴെയാണ് ഇവരുടെ പഴയ ആരാധനാലയം ഉണ്ടായിരുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ പള്ളി വെച്ചിട്ടുള്ളത് അവരുടെ ആരാധനാലയത്തിന്റെ അവശിഷ്ടങ്ങളുടെ മേലെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഇത് പരിപാടി. ഒരു മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ തോണ്ടിയിട്ടുണ്ടെങ്കിൽ എന്തോ കിട്ടും എന്ന് പറഞ്ഞിട്ട് കുറെ തോണ്ടാൻ പോകും. അവിടെ തോണ്ടും ഇവിടെ തോണ്ടും ഇങ്ങനെ തോണ്ടും, ലിസ്റ്റൊക്കെ ഉണ്ടാക്കി തോണ്ടുമല്ലോ. ഇതേപോലെ തന്നെ മുസ്ലിങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്, ഉമർ റളിയല്ലാഹു അൻഹു പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ ആരാധനാലയത്തിന്റെ അവശിഷ്ടങ്ങളുടെ മേലെയാണെന്നുള്ളതാണ്. അത് ജനങ്ങളുടെ മേലെ അവരുടെ ആ വികാരം ഇളക്കിവിടാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലൊരു ക്ലെയിമാണ് അത്. ആ ക്ലെയിം വെച്ചുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സ പൊളിച്ചിട്ട് അവിടെ വീണ്ടും പഴയ പോലെ തന്നെ ഒരു ടെമ്പിൾ ഉണ്ടാക്കണം. ആ ടെമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് റെഡ് ഹെഫയെ കൊണ്ടുവന്നത്. എന്തിനാണ്? മസ്ജിദുൽ അഖ്സ പൊളിക്കണം. മസ്ജിദുൽ അഖ്സ പൊളിച്ചിട്ട് ഒരു ടെമ്പിൾ അതിന് മേലെ ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന അതേപോലത്തെ ഒരു പരിപാടി. ഇതാണ് അവരുടെ ഉദ്ദേശം. ലോകത്തിലെ എല്ലാ ഭീകര സംഘടനകളും പ്രവർത്തിക്കുന്നതൊക്കെ ഈ തരത്തിൽ തന്നെയാണ്. ഈ പള്ളിയുടെ താഴെ കുറെ തോണ്ടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒരു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആർക്കിയോളജിസ്റ്റുകൾ, ഇസ്രായേൽ ഫ്ലെങ്സ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിയോളജിസ്റ്റ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മസ്ജിദുൽ അഖ്സയുടെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്കവേഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് ജോർഡൻ ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ ആർക്കിയോളജിസ്റ്റ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് ടെമ്പിൾ എന്ന് അറിയില്ല. ഇവർ ചോദിച്ചിരുന്നു അദ്ദേഹത്തോട്, വേർ ഈസ് ദ ടെമ്പിൾ, വേർ ഈസ് ദ ലൊക്കേഷൻ ഓഫ് ടെമ്പിൾ. അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ, നോ വൺ നോസ്, ആർക്കും അറിയില്ല. അപ്പം
ടെമ്പിൾ എവിടെയാണെന്നും ടെമ്പിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇവർക്ക് ആർക്കും ഒരു അറിവുമില്ല. ഇനി നമ്മൾ നേരെ ഇസ്ലാമിക ഹിസ്റ്ററി, ഇസ്ലാം എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത് നോക്കാനാണ് പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അബ്രഹാം പ്രവാചകന്, അദ്ദേഹത്തിന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് ചേർന്നുണ്ടാക്കിയ പള്ളിയാണ് കഅബ മക്കയില്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് ചേർന്നുണ്ടാക്കിയ മറ്റൊരു പള്ളിയാണ് പാലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ. ഈ മസ്ജിദുൽ അഖ്സയാണ് പിന്നീട് അത് റീബിൽഡ് ചെയ്യുന്നത്. അതായത് അത് പൊളിച്ച് പുതിയത് പണിയല്ല ചെയ്യുന്നത്, അത് റീബിൽഡ് ചെയ്യുന്നത്, പുതുക്കി പണിയാണ് ചെയ്യുന്നത്. ആ പുതുക്കി പണിത പരിപാടിയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിരുന്നത്. മനസ്സിലായല്ലോ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് വേറൊരു പള്ളി ഉണ്ടാക്കുക, വേറൊരു ആരാധനാലയം ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഉണ്ടാക്കിയിട്ടുള്ള അതേ മോസ്ക്, അതേ ആരാധനാലയം പുതുക്കി പണിയിൽ മാത്രം അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം നോക്കിയാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അൽ മസ്ജിദുൽ അഖ്സ എന്നറിയപ്പെടുന്നത് ദ നെയിം ഓഫ് ദ ഓൾ പ്ലേസ് ഓഫ് വർഷിപ്പ് ബിൽറ്റ് ബൈ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം റീബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ റീബിൽഡ് ചെയ്തിട്ടുള്ള ആ മുഴുവൻ ആരാധന ഏരിയക്ക് പറയുന്ന പേരാണ് മസ്ജിദുൽ അഖ്സ എന്നുള്ളത്. ഇനി സം പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ഗിവ് ദ നെയിം ഓഫ് അൽ അഖ്സ ടു ദ പ്രയർ പ്ലേസ് വിച്ച് വാസ് ബിൽറ്റ് ബൈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതായത് ഉമർ റളിയല്ലാഹു പണിതിട്ടുള്ള ആ ഒരു മസ്ജിദിന് അതാണ് മസ്ജിദുൽ അഖ്സ എന്നുള്ളത് ചില ആൾക്കാർ പേര് പറയാൻ തുടങ്ങി. ശരിക്കും അത് പള്ളിയാണ്, ഒരു പള്ളിയാണ്, നിസ്കാര പള്ളിയാണ്. അത് മൊത്തം ആ ഏരിയ മുഴുവനും അൽ അഖ്സ, മസ്ജിദുൽ അഖ്സ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഖുദ്സ്, അൽ അഖ്സ എന്നുള്ളതൊക്കെ ആ ഏരിയയാണ് അറിയപ്പെടുന്നത്. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഇനി ക്രിസ്ത്യാനികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണുള്ളത് നോക്കാം. ക്രിസ്ത്യാനികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിശ്വാസം എല്ലാവർക്കും ഇല്ല. കുറച്ച് ക്രിസ്ത്യൻസ് സയനിസ്റ്റ് സപ്പോർട്ടേഴ്സ് ആയിട്ട്, അപ്പൊ നമ്മുടെ നാട്ടിലും സയനിസ്റ്റ് സപ്പോർട്ടേഴ്സ് ആയിട്ട് ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പൊ അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഘടനകൾ അവരുടെ വിശ്വാസപ്രകാരം, അവരുടെ ഒരു ആശയപ്രകാരം അവർ വിചാരിക്കുന്നത് ഈ ഒരു മൂന്നാമത്തെ ടെമ്പിള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിശിഹ വരും എന്നുള്ളതാണ്. ടെമ്പിൾ ഉണ്ടാക്കാൻ ആര് വേണം? മിശിഹ വേണം. മിശിഹ വരും എന്തുണ്ടാക്കാൻ? ടെമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടി വരും എന്നുള്ളതാണ്. ഇത് ശരിക്കൊരു തരത്തിലും ക്രിസ്ത്യാനിറ്റി ബന്ധപ്പെട്ട വിശ്വാസമേ അല്ല. അതിന് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. യേശുക്രിസ്തു തിരിച്ചു വരാൻ വേണ്ടി ഇവർ ആഗ്രഹിക്കുന്നത് അല്ലെ? അപ്പൊ ഇവർ ജനങ്ങൾക്കിടയിൽ പറയുന്നത് എന്താണ്? യഹൂദര് അല്ലെ, സയനിസ്റ്റ് ഭീകര ആൾക്കാർ എന്ത് ചെയ്യാണ്? നാളെ ഒരു ആരാധനാലയം പണിയാൻ പോവാണ്, മസ്ജിദുൽ അഖ്സ പൊളിക്കാൻ പോവാണ്, അവിടെ ഒരു ആരാധനാലയം പണിയാൻ പോവാണ്. ആ പണിത് കഴിഞ്ഞാൽ ആര് വരും? മിശിഹ വരും, യേശുക്രിസ്തു തിരിച്ചു വരും എന്ന് പറയാണ്. ഇവർക്ക് ഇത്ര യേശുക്രിസ്തുവിന് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ, യേശുവിനെ കാണാൻ ഇത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ അല്ലേ ആദ്യകാല ക്രൈസ്തവരും അല്ലെ? ആ ക്രൈസ്തവർ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അന്ന് ഇവർക്ക് അധികാരം കിട്ടിയ സമയത്ത് പോലും ഇവരെന്ത് ചെയ്തിട്ടില്ല? യഹൂദർക്ക് അവിടെ പുതിയൊരു ആരാധനാലയം തുടങ്ങാനുള്ള പണിക്കുള്ള സഹായം ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പൊ ഇവരെന്ത് വിശ്വസിക്കേണ്ടത്? യഹൂദർ വരുന്നു, ഒരു ആരാധനാലയം ഉണ്ടാക്കാനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞാൽ ആര് വരും? മിശിഹ വരും. ആ വിശ്വാസം അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നെങ്കിൽ, ഇത്രയും കാലം ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്നോ സഹായം ചെയ്യേണ്ടതല്ലേ? അന്ന് പോപ്പും എല്ലാവരും ഉണ്ടല്ലോ, അവർ സഹായം ചെയ്യേണ്ടതല്ലേ? ആ ഒരു ഏരിയ മുഴുവനും റോമിന്റെ അണ്ടറില്, ക്രൈസ്തവ ഭരണത്തിന്റെ അണ്ടറില് പാലസ്തീൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്തൊന്നും ഇവരെന്ത് ചെയ്തിട്ടില്ല? യഹൂദരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളത് ഒരു പുതിയൊരു ആരാധന ഉണ്ടാക്കിക്കോ, മിശിഹ വരട്ടെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. സയനിസ്റ്റ് ഭീകര സംഘടനക്ക് വേണ്ടിയിട്ട്, അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്റ്റോറികളിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ക്രൈസ്തവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, എല്ലാവരും ഇല്ല, ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്റ്റോറി മാത്രമാണിത്. ഇതിനൊരു നിലവാരവുമില്ല, ഒട്ടും വിശ്വാസയോഗ്യമല്ല, ക്രൈസ്തവതയുമായിട്ട് യാതൊരു ബന്ധവും ഇതിനകത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരെ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയം. ഖുർആനെ കുറിച്ച് ഒരുപാട് ക്ലെയിം ചെയ്തത് ഖുർആനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഖുർആന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടോ നോക്കുന്നുണ്ടെങ്കിൽ, സൂറത്ത് ബക്കറക്കകത്ത് നടന്നൊരു കാര്യം ഞാൻ പറയാന്നുണ്ടെങ്കിൽ, ബനു ഇസ്രായേൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടു. അപ്പോൾ അന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടമാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമുണ്ട്, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുണ്ട്, നേരത്തെ വായിച്ചതുപോലുള്ള ഹാറൂൻ പ്രവാചകന്, മോശ പ്രവാചകന്. ആ ഒരു കാലത്തൊരു ഒരാൾ കൊല്ലപ്പെട്ടു, അവരിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ട സമയത്ത് ഇവര് അത് അന്വേഷിക്കാനൊന്നും പോണില്ല, മടിയന്മാരാണ്, ഫുൾ മടിയന്മാരാണ്. അപ്പൊ ഇവരെന്ത് ചെയ്ത് നേരെ പോയിട്ട് പ്രവാചകനോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നോക്ക്. ഡയറക്റ്റ് പറഞ്ഞു തരാൻ വേണ്ടി പറയാണ്.
അപ്പൊ അതിന് വേണ്ടിയിട്ട് മൂസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച സമയത്ത് അള്ളാഹു പറഞ്ഞൊരു ഓർഡറാണ്, ഒരു പണി കൊടുത്തു ഇവർക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു കർമ്മം ചെയ്യണമല്ലോ, ഒന്നും ചെയ്യാതെ നേരെ പോയി ആരാണ് കൊന്നതെന്ന് അന്വേഷിക്കൂല, ഒന്നുമില്ല. അപ്പൊ അതൊന്നും ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഒരു കർമ്മം കൊടുത്തു. അങ്ങനെ അള്ളാഹു അവരോട് ഒരു പശുവിനെ അറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഒരു പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞു. അത്ര വേറൊന്നും പറഞ്ഞിട്ട് ഒരു പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അവര് നേരെ പ്രവാചകനെ കളിയാക്കാൻ തുടങ്ങി. ഞങ്ങളെന്താ അവഹേളിക്കുക, ഞങ്ങളെ കളിയാക്കണം ചോദിച്ചിട്ടൊക്കെ ഒരു റെസ്പെക്ട് കൊടുക്കാതെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ട് അവർ വീണ്ടും ചോദിച്ചു, അത് എങ്ങനത്തെ പശു ആയിരിക്കണം ചോദിച്ചു. അപ്പൊ അള്ളാഹു അതിന് വീണ്ടും വിശദീകരണം കൊടുത്തു. ഇടപ്രായത്തിലുള്ള ഒരു മീഡിയം ഏജുള്ള ഹെഫെ, നമ്മൾ പറഞ്ഞ ഹെഫെ ആ ഒരു ലെവലൊക്കെ ഉള്ള ഒരു പശു, ചെറുതുമല്ല വലുതുമല്ല, ഇടം പ്രായത്തിലുള്ള പശു എന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർ വീണ്ടും ചോദിക്കുകയാണ്, അത് എങ്ങനത്തെ കളറായിരിക്കണം, അതിന്റെ കളർ എന്തായിരിക്കണം? അപ്പൊ അള്ളാഹു പറഞ്ഞു, ഒരു മഞ്ഞ കളറ്. ഓക്കെ, മഞ്ഞ കളറ്. നേരത്തെ പറഞ്ഞ പോലെയല്ല, നേരത്തെ പറഞ്ഞ ചുവപ്പ് കളറാണല്ലോ, ഇവിടെ മഞ്ഞ കളറാണ്. പിന്നെ അത് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഹെഫ എന്ന് പറഞ്ഞ സംഭവമായിട്ട് സിമിലർ ആയിട്ട് വരുന്നുണ്ട്. തൊട്ടുമ്പത്തെ ആയത്തിൽ പറയുന്ന കാര്യം ഹെഫയുമായി ബന്ധപ്പെട്ട സിമിലറായി വരുന്നുണ്ട് ആ പ്രായത്തിന്റെ കാര്യം പറയുമ്പോൾ. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്തായി, ചുവപ്പ് നിറന്നുള്ള മഞ്ഞ നിറമായിട്ട് മാറി. ഓക്കെ, മഞ്ഞ നിറത്തിലുള്ള പശുവിനെ കൊണ്ടുവരണം പറയുന്നത്. പിന്നെ അതും പോരാഞ്ഞിട്ട് അവർ വീണ്ടും ചോദിക്കാൻ തുടങ്ങി, വേറെ എന്താ ക്വാളിറ്റീസ് വേണം. അപ്പോൾ അള്ളാഹു വീണ്ടും അവർക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ നുകം വെക്കാത്തത് അത് ഓക്കെയാണ്. നുകം വെക്കാത്തത് പറഞ്ഞാൽ നിലം ഉഴുതാത്ത പശു എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിലം ഉഴുതാത്ത, വിള നനക്കാൻ ഉപയോഗിക്കാത്തത്, ഒരു പണി ചെയ്യിപ്പിക്കാത്ത പശു. പിന്നെ പാടൊന്നും ഉണ്ടാവില്ല, പക്ക പ്യൂർ മഞ്ഞയായിരിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോംപ്ലിക്കേഷൻസ് കൂടി. അങ്ങനെ അവസാനം ഇവര് വലിയ വില കൊടുത്തിട്ട് ഒരു പശുവിനെ, ഇതേപോലത്തെ പശുവിനെ കണ്ടുപിടിച്ചു. അള്ളാഹു തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തു എവിടെ പശു ഉള്ളു എന്നുള്ളത്. അങ്ങനെ അവർ ആ പശുവിനെ അറുത്തു. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ആയത്. അപ്പൊ ഈ സംഭവം ഒരു കൊലപാതകം നടന്നപ്പോൾ ആ കൊലപാതകം നടത്തിയത് ആരാന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മമാണ്. അല്ലാതെ നേരത്തെ ഒരു ആരാധനാലയം ഉണ്ടാക്കുന്ന ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചുവന്ന പശുക്കളെ അറുക്കുന്ന, കത്തിക്കുന്ന പരിപാടിയല്ല ഇത്. ഇപ്പൊ ഖുർആന്റെ അകത്ത് നമ്മളൊരു കാര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ ആയിരിക്കണം. ഇപ്പൊ ഖുർആന്റെ അകത്ത് ആ ഒരു ചുവന്ന പശുക്കളെ കത്തിക്കുന്നതും അങ്ങനൊന്നും ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് ഈ ഒരു വിഷയം മാത്രമാണ്. ഈ ഒരു വിഷയം നമുക്ക് വേറൊരു ഭാഗത്ത് പഴയ നിയമത്തിൽ തന്നെ കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ തന്നെ Deuteronomy 21 നിങ്ങളുടെ ദൈവമായ സർവേശ്വരൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് ഒരാൾ കൊല്ലപ്പെട്ട ഒരുവന്റെ ശരീരം വിജന സ്ഥലത്ത് കാണുകയും എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ഭാഗത്ത് പറയുന്നുണ്ട്. അവിടെ ഇതേപോലെ തന്നെ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരണം, നുകം വെച്ചിട്ടില്ലാത്ത പശുക്കിടാവിനെ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഇതേപോലെ ഒരു കൊലപാതകം നടക്കുന്ന സമയത്ത് Deuteronomy 21 അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡന്റിന് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ കാണാൻ സാധിക്കും. പക്ഷെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മൊത്തത്തിലുള്ള നിയമമാണ്. ഒരു കൊലപാതകം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണ് കൊന്നതെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കൊലപാതകം നടത്തിയ ആളെ കണ്ടുപിടിക്കേണ്ടത്, എന്ത് യാഗമാണ് നടത്തേണ്ടത്, എന്ത് കർമ്മമാണ് നടത്തേണ്ടത് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഈ ഒരു ചുവന്ന പശുക്കള് കൊണ്ടുവരുന്നു, അവരെ അറുക്കുന്നു, യാഗം നടത്തുന്നു, ഇതൊന്നും തന്നെ നമ്മൾ പഠിച്ച ദീനിനകത്തില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ട ടോപ്പിക്കുകൾ വല്ല നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.